പോകുന്നത് നമ്മുടെ തലപതിയുടെ ജനനായകൻ എന്ന് പറയുന്ന പടത്തിനകത്തൊരു പാട്ട് വന്നിട്ടുണ്ട്. ഇന്നലെയാണ് ഇറങ്ങിയത് രാത്രി. സംഭവം ഇറങ്ങിയപ്പോ തന്നെ തൂക്കിയിട്ടുണ്ട് ആസ് യൂഷ്വൽ. കാരണം അതങ്ങനെയാണ്. കാരണം നമ്മൾ മുന്നേ ആ ഒരു ലിയോ ടൈമിലൊക്കെ നമ്മൾ ഏകദേശം കുറെ അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത ടൈമുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ വരുന്ന അറിയാമെന്ന്, പക്ഷെ എപ്പോ വരും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. രാത്രിയാണ് കണ്ടത്. എവിടേക്കോ കണ്ടായിരുന്നു വരുന്നുണ്ടെന്നറിയോ, എന്തോ വരാൻ പോകുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം എന്താ പറയാ, വിജയന്റെ കുറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, ഓരോ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട്. അപ്പോ എനിക്ക് തോന്നിയായിരുന്നു വരുന്ന എന്തോ വരുന്ന അറിയാം, പക്ഷെ എപ്പോഴാ വരുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ നമ്മള് റീൽസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്നിട്ട് ഞാൻ പറയുന്നത് വന്നല്ലോ, സംഭവം വന്നല്ലോ എന്നുള്ളത്. ഞാൻ വന്നു കഴിഞ്ഞ് ചെറിയ സമയം കൊണ്ട് തന്നെ സംഭവം കയറി കത്തി ഇതാ ഇപ്പോഴും നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം സംഭവം. ആൻഡ് ഇതിന്റെ മ്യൂസിക് അനിരുദ്ധാണ്. ആൻഡ് പാടിയിരിക്കുന്നത് നമ്മുടെ വിജയണ്ണനും അനിരുദ്ധൊക്കെ ഉണ്ട്. ലിറിക്സ് എഴുതിയ ആളും ഉണ്ട്. എല്ലാരും കൂടി ചേർന്നിട്ടാണ്. പിന്നെ നമുക്കറിയാം പടം ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അത് കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചേക്കണെന്ന് വെച്ചാൽ വിജയണ്ണൻ ഉണ്ടെന്ന് അറിയാം, പൂജ ഹെഗ്ഡെയാണ് നായിക, പിന്നെ മമിത ബൈജു ഓൾറെഡി ഉണ്ട് എന്ന് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബോബി ഡിയോൾ ഉണ്ട്, പ്രകാശ് രാജ് ഉണ്ട്, നരേൻ ഉണ്ട്, അങ്ങനെ വേറൊരു കാസ്റ്റും ഉണ്ട്, പ്രിയാമണി, അങ്ങനെ കുറെ ആൾക്കാർ സിനിമയിൽ വരുന്നുണ്ട്. എച്ച് വിനോദാണ് ഡയറക്ടർ. അതൊന്ന് കാണിക്കാം, തുടങ്ങാം. റെഡി? கொஞ்சம் பாரு, என்னோட பேரு ஜொலிக்குதுடா, ஸ்லோமோ தெரிக்குதுடா, அன்பாட்டு செல்லம் கேளு, நம்பிக்கையா சேரு இருக்குதுடா, காலம் பிறக்குதுடா, தனக்குன்னு வாழாத நீ தரத்துல தாழாத, ஒருத்தர் வரானே திருக்கிட்ட போறானே, கருக்கலுமா தலபதி தலபதி கச்சேரி அகனா மனபகனா வெறிதனமா வைபாலமா கண்ணி கச்சேரி தலபதி கச்சேரி கொடிய பறக்கிட்டு விழுந்து வச்சு கொண்டாடலாமா. பகல பிட்டாய் பகல பிட்டாய் பகல பிட்டாய் பிட்டாரே, பகல பிட்டாய் பகல பிட்டாய் பகல பிட்டாய் பிட்டாரே, பகல பிட்டாய் பகல பிட்டாய் பகல பிட்டாய் பிட்டாரே, பகல பிட்டாய் பகல பிட்டாய் பகல பிட்டாய் பிட்டாரே.
വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇല്ല ഇല്ല അതില്ല, അത് കാണിക്കില്ല. അത് മറ്റേ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നില്ലേ, മറ്റേ വാരിസില് ഇതുപോലെ സോങ് ഭയങ്കര ഒരു മേളായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആ ഒരു ലാസ്റ്റത്തെ ഒരു 1 മിനിറ്റ് ഒരു സംഭവം ഉണ്ടല്ലോ, 1 മിനിറ്റ് ഒന്നും ഇല്ല, പക്ഷെ എന്തായാലും ഒരു അടിപൊളി ഒരു സംഭവം ഉണ്ട്. അതും ഇതുപോലെ സർപ്രൈസ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഗംഭീരാണ്. അതായത് വിജയന്റെ സോങ്സ് ഇറങ്ങുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. അത് ഓരോ അപ്ഡേറ്റിനും ഭയങ്കര സ്പെഷ്യലാണ്. അതുകൂടാതെ തന്നെ കുറെ നാൾക്ക് ശേഷമാണ് ഒരു അപ്ഡേറ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബിയസ്ലി ആ ഒരു കൊണ്ടാട്ടം ഉണ്ടായിരിക്കും അതിനകത്ത്. ആൻഡ് അനിരുദ്ധ് വരുന്ന സമയത്ത്, അതായത് അദ്ദേഹത്തിന്റെ സോങ്സ് കൂടുതലും അനിരുദ്ധ് പാടുമ്പോഴും മ്യൂസിക് ചെയ്യുമ്പോഴും ഭയങ്കര വേറൊരു സ്പെഷ്യൽ ഫീലാണ് അല്ലേ? എന്തോ ആ കോമ്പിനേഷൻ നല്ല രസമാണ്. ഞാൻ എടുത്തു പറയണമെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ആ ഒരു 3 സിംഗേഴ്സിന്റെ ഒരു കോമ്പിനേഷനും കൂടി ഗംഭീരമായിട്ട്, കാരണം ലിറിക്സ് എഴുതിയ ആളും കൂടി പാടുമ്പോൾ അതിന്റെ കൂടെ അനിരുദ്ധിന്റെ പാട്ടും, കാരണം മ്യൂസിക് ചെയ്ത ആളും കൂടിയാണ്, ആൻഡ് അഭിനയിക്കുന്ന ആളും പാടുന്നുണ്ട്. ഏകദേശം 3 പേര് ഒരുമിച്ച് കോമ്പിനേഷൻസ്. ഏകദേശം എന്താ പറയാ, ലൈക്ക് 3 പേര് ഇതിനകത്തുണ്ട്. അതായത് പൂജ ഹെഗ്ഡെ ആൻഡ് മമിത ബൈജുവിന് നല്ല എന്താ പറയാ, ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു ഭയങ്കര ലക്കാണ് ഇപ്പൊ. നല്ല ഗുഡ് ടൈം, നല്ല നേരാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഒരെണ്ണം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹിറ്റ് ആയിട്ടിരിക്കുന്നു. ആൻഡ് അത് കൂടാതെ തന്നെ അതിന്റെ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ പുതിയൊരു സംഭവം കൂടിയും, രണ്ടിലും ഡാൻസ്, അതായത് പുള്ളിയുടെ നല്ല സ്റ്റെപ്സ് ഒക്കെ ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിലും ആള് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തു. കാരണം സത്യം പറഞ്ഞാൽ പൂജ ഹെഗ്ഡെനെ ഞാൻ കണ്ടില്ല, ഇവർ രണ്ടുപേരുടെ എനർജിയാണ് പെട്ടെന്ന് കണ്ണിലോട്ട് വന്നത്. മമിതയുടെ കാരണം ചിലമായി ബി ലൈക്ക് ആ ഒരു ഡ്രസ്സിങ്ങിന്റെ ആയിരിക്കും. കാരണം ഇവരാണ് ആ ഒരു പാട്ടിനൊത്തിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂജ ഹെഗ്ഡെനെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ സോങ്ങിന്റെ അകത്ത് ഉണ്ടാവാം. കാരണം നമ്മളിപ്പോ കണ്ടേക്കണ കുറച്ച് ലിറിക്കലാണല്ലോ, കുറച്ച് 1-2 സാധനങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ എടുത്തു പറയുന്നത് വെച്ചാല് അഗെയിൻ വിജയണ്ണന്റെ എലമെന്റ്സ് എല്ലാം നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയണ്ണ പാടുന്ന സമയത്ത് അത് കുറച്ചും കൂടി ക്യൂട്ട് ആയിരിക്കും. അപ്പൊ ആ ക്യൂട്ട് പോർഷൻ കറക്റ്റ് ആയിട്ട് ആ ഒരു കിളീന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്നൊരു ലിറിക്സ് വെച്ചതും, പിന്നെ അത് കൂടാണ്ട് തന്നെ ഒരു ഗംഭീര ട്രിബ്യൂട്ട് സോങ് ഒരു ഫീലിംഗ് കിട്ടി. കാരണം ഓരോ സീൻസ് കാണിച്ചതായാലും പിന്നെ ലിറിക്സിലുള്ള ആ ഒരു എന്താ പറയാ കഥാപാത്രങ്ങളുടെ സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ്സ് ഫീൽ ലൈക്ക് എ കംപ്ലീറ്റ് ട്രിബ്യൂട്ട് സോങ്. ആൻഡ് അത് മാത്രമല്ല, പ്രത്യേകിച്ച് മറ്റേ എന്താ പറയാ അനിരുദ്ധ് പാടുമ്പോൾ അനിരുദ്ധിന്റെ വോയിസ് പ്ലസ് തളപതിയുടെ വോയിസും കൂടി ഭയങ്കരമായിട്ട് മാച്ചിങ് ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമുക്കും ആ ഒരു ഭയങ്കര ഒരു ജെല്ലാവുന്ന ഒരു ഫീൽ. അതായത് ആരൊക്കെ അനിരുദ്ധിന്റെ കൂടെ പാടിയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ജെല്ലാവും അവരുടെ വോയിസ്. ചിലപ്പോൾ അനിരുദ്ധിന്റെ ഭയങ്കര എന്താ പറയാ ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു മീഡിയം ഇതാണ്. അപ്പൊ ഇതിന്റെയും കൂടെ പൊയ്ക്കോളും. അതാണ് മെയിൻ ആയിട്ടൊരു സംഭവം. വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനാണ് എന്താ പറയാ എൻഡില് ഒരു സാധനം പറഞ്ഞില്ലേ, അതായത് ഒരു സംഭവം കൂടി ഇടുന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നല്ല ബീറ്റും ഉണ്ടാവും, ഗംഭീര ഡാൻസും ഉണ്ടാവും, ലുക്കും അടിപൊളി. ഏകദേശം ഇച്ചിരി പ്രായമായിട്ടുള്ള ലുക്കാണ് വരുന്നത്, സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ്. അപ്പൊ എന്തായാലും 51 വയസ്സ് അതിന്റെ ഇൻ ബിറ്റ്വീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആ ഒരു മൂവ്സ് ചെയ്യാൻ ചെയ്യാം, പക്ഷെ വിജയണ്ണൻ ചെയ്യുമ്പോ അതാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈവൻ ഞാനത് പറഞ്ഞായിരുന്നു കേട്ടോ. ഇവൻ ഇന്നലെ വന്ന സോങ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സംസാരിക്കുന്നത്. മമിത 24-25 മാക്സിമം ഡബിൾ. അല്ല അത് മാത്രമല്ല, നമ്മൾ പണ്ട് ലാലേട്ടന്റെ മൂവീസ് കാണുന്ന സമയത്ത് അദ്ദേഹം പ്രത്യേകിച്ച് ആ തകിലു പുകിലു സോങ് ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ പണ്ട് കാണുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ നമ്മളവിടെ നോക്കില്ല, എന്താ പറയാ അദ്ദേഹം ആ ഒരു താഴേന്ന് എഴുന്നേക്കുന്ന ആ സ്റ്റെപ്പൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര അനായാസമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അതിപ്പോൾ പല ആക്ടേഴ്സും ഭയങ്കര അനായാസമായിട്ട് അത് ചെയ്യുമ്പോൾ നമ്മളായിരിക്കും ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മൾ ആസ് എ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷെ നമ്മളത് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ആക്ച്വലി എന്നുള്ളത്. കാരണം അതിന് അത്രയും സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന വേണം. കാരണം ആ ഇരുന്നൊന്നും എഴുന്നേക്കാൻ എനിക്ക് അവിടെയാണ്. കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക ഇവരൊക്കെ എത്രത്തോളം, പ്രത്യേകിച്ച് ഈ വിജയണ്ണൻ്റെ എന്താ പറയുക ആ ഒരു ഫാസ്റ്റ് നമ്പേഴ്സിൽ, അതായത് ഈ പെട്ടെന്ന് സ്റ്റെപ്സും ചേഞ്ച് ചെയ്യുന്നതൊക്കെ അത് അദ്ദേഹം ഭയങ്കര ഈസിയിൽ ചെയ്യും. അതായത് ദാറ്റ്സ് എക്സ്പീരിയൻസ്. ഒബിയസ്ലി നമ്മളത് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു പാർട്ട് ടൈം മാറും. അപ്പോൾ പലപ്പോഴും വിജയണ്ണൻ്റെ സ്റ്റെപ്സ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അത് എന്താ പറയുക ഭയങ്കര ഈസി അല്ലേ എന്നുള്ളത്. പക്ഷെ കാണുന്ന ഒരു പ്രേക്ഷകൻ ഇത് ഈസി അല്ലേ എന്ന് തോന്നിപ്പിക്കാനുള്ളൊരു എന്താ പറയുക അത്രയും പ്രാവീണ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത് എന്നുള്ളത്. ദാറ്റ്സ് കോൾഡ് ടാലന്റ് ആക്ച്വലി. ഞാൻ എടുത്തു പറയേണ്ട വേറെ കാര്യം, അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുന്നത്തെ
സമയത്ത് എനിക്കൊന്ന് വാരിസിന്റെ സമയത്ത് തന്നെയായിരുന്നു കുറച്ച് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു, സ്റ്റെപ്സ് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു ഏജിലാണ്. ഇപ്പൊ 51 ആണെങ്കിൽ 2-3 വർഷം കൂട്ടി കഴിഞ്ഞാലും 48, 49 ആ സമയത്താണ് അദ്ദേഹം സിംഗിൾ ഷോട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. നമ്മളെ ലാലേട്ടന്റെ ആണെങ്കിലും ഇപ്പം തുടരിലടക്കം ആ ഒരു ചാടി വീഴുന്ന സംഭവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടൊന്ന് കറങ്ങുന്ന പോലും നമുക്കിപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തല ഇറങ്ങും. ചെയ്തോക്കെ അറിയാൻ പറ്റും. മുട്ടുവേദന, കാല് വേദന, ഉപ്പൂറ്റി വേദന, കണ്ണങ്കാല് വേദന, ബാക്ക് വേദന, വേദന, എല്ലാ വേദനയും ഉണ്ടാവും. അപ്പൊ എന്താ സംബന്ധിച്ച് ഇവൻ അവരത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ദേ വിൽ ഹാവ് പെയിൻസ്. എന്താ പറയാ, അവർക്ക് പെയിൻ ഉണ്ടാവും. കാരണം അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെ പറഞ്ഞാലും അവർ ആ പെയിൻ സഹിച്ച് ചെയ്യുന്ന ബിക്കോസ് കാരണം വ്യൂവേഴ്സ് അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈവൻ ഇപ്പം നമ്മള് ആൻഡ് മോറോവർ അത് അവരുടെ ടാലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയില്ലേ, അത് അവരുടെ ടാലന്റ് ആയതുകൊണ്ട് തന്നെ അവരെ ഇത്രത്തോളം ആ ഒരു പെയിൻ വന്നാലും അത് അവർക്ക് ഇഷ്ടമാണ്. ലൈക്ക് ബിക്കോസ് ദാറ്റ് ദേ ആർ യൂസ്ഡ് വിത്ത് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് മൈ ബി നമ്മൾ പണ്ട് പറയാറില്ലേ, അത് ചെയ്യുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താ. പക്ഷെ നമ്മൾ കാണുമ്പോൾ അതാണ് നമ്മൾ ചില ഡാൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യാന്ന്. പക്ഷെ ഇവർക്ക് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ആ ഈ മറ്റേ ഇങ്ങനത്തെ സ്റ്റെപ്പ് കാണിക്കുമ്പോഴും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നില്ലേ. പക്ഷെ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കറിയാം എത്ര ടഫാണ് സാധനം എന്നുള്ളത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിന്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ മോർ അപ്ഡേറ്റ്സ്. ചേർത്ത് കാണാം.